കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ള ചൊല്ലിന് മാച്ച് ആയിട്ടുള്ള രണ്ട് പേരെ ഇപ്പൊ കേരളത്തിലുള്ളൂ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, രണ്ട് രാഹുൽ ഈശ്വർ. ഭൂമി കുഴിച്ചു നടക്കും ഭൂതത്താനെ, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു. ഊണിലും ഉറക്കത്തിലും ആ പാവത്തിന് ഒന്നേ പറയാനുള്ളൂ. അയ്യോ ഊണില്ലാട്ടാ, സോറി ഊണില്ല. ഉറക്കത്തിലും ഉറങ്ങാണ്ടിരിക്കുമ്പോഴും ആ പാവത്തിന് ഒന്നേ പറയാനുള്ളൂ, മെൻസ് കമ്മീഷൻ. 2 ദിവസമായി മിനിഞ്ഞാന്ന് മുതൽ ആഹാരമുള്ള വെള്ളവുമില്ല. മെൻസ് കമ്മീഷന് വേണ്ടിയാണ്. അവിടെ ഒരാള് ജയിലിൽ നിരാഹാര സമരം ഇരിക്കുമ്പോ മറ്റേയാള് കർണാടകയിലെ ഏതോ ബലത്തിൽ ചിൽമുടിലിരിക്കുകയാണ്. അല്ല, അങ്ങനെ കർണാടകയിലാണ് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ, നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവുണ്ടാവില്ല. മൊത്തത്തിലൊരു പുകയായിരിക്കും. നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്താ, രാഹുലേട്ടായി മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വറിന് പറ്റിയില്ലേ? അത് മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിനു വേണ്ടി രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക, പൂക്കൃത്യം കാണിച്ച് റോഡിൽ കൂടെ നടക്കുക. ജോർജി പറഞ്ഞത് കാര്യം. ഇവിടെ ജയില്, അവിടെ കാട്. ഇവിടെ നിരാഹാര സമരം, അവിടെ ട്രിപ്പ് ഓൺ. ഇവിടെ ആരോഗ്യനില മോശമാവുന്നു, അവിടെ ഹൈക്കോടതി അറസ്റ്റ് തടയുന്നു. പാവൻ രാഹുൽ ഈശ്വർ ഇങ്ങനൊരു വിധി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അത് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് ഇങ്ങനെ നടക്കുക. ഒന്നാലോചിച്ച് പൊട്ടന്ന ലോക പൊട്ടനാണ്. പെട്ടുപോയി എനിക്ക് ചിരി വന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. പടക്കളത്തിൽ മരിച്ചു വീഴേണ്ടി വന്നാലും പുരുഷന്മാരുടെ നീതിക്കായി രാഹുൽ ഈശ്വർ ഉയർത്തെഴുന്നേൽക്കുത്രേ. രാഹുൽജിയെ പോലുള്ളവർ ഇനിയും ഇങ്ങനെയുള്ള പരാതികൾ, വ്യാജ പരാതികൾ പുരുഷന്മാരിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് ഊർജത്തോടു കൂടി എണീറ്റ് വരും. പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി ജയിലിൽ നിന്നിറങ്ങിയപ്പോ മാലയിട്ട് സ്വീകരിച്ച മൂപ്പരാണ് രാഹുൽ ഈശ്വറിന് വേണ്ട ശക്തിയൊക്കെ കൊടുക്കുന്നത്. ഇത്ര അദ്ദേഹം സംഘടനയെ ഉയർത്തിക്കൊണ്ടുവരാനും പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിട്ട് നിൽക്കുകയും. അവനകത്ത് കിടക്ക്, നീ ഓടിക്കോളെ. എന്തൊരു കഷ്ടകാല. ചാനൽ ചർച്ചകളിൽ അതിശക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും, എന്നാൽ ഒരു കുറച്ചുകൂടി ശക്തി വേണമെന്ന് നമ്മൾ പലവട്ടം ഞങ്ങൾ ആഗ്രഹിച്ചു. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് തിരിച്ചടി. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. ചത്തോന്നറിയാമെന്നാണല്ലടാ. അങ്ങനെ സോഷ്യൽ മീഡിയയും പൊതുസമൂഹവും ഒന്നടങ്കം ചോദിക്കുന്നു, ഒരുത്ത നാടുനീളം നടന്ന ലൈംഗിക പീഡന കേസ് ഉണ്ടാക്കിയിട്ട് അത് തലയിലേറ്റ് ജയിലിൽ പോണ്ട വല്ല ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു? അവനെ ചെയ്യേണ്ടത് ചെവുക്കുറ്റിക്ക് 2 അടിയും കൊടുത്തിട്ട് മാനസിക ആശുപത്രി കൊണ്ട് അവനെ ആക്കണമെന്ന് എന്റെ അഭിപ്രായം. അത് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജോർജ് ജിയുടെ ഉപദേശമാണ്. അവന് 2 ആഴ്ച മാനസിക ആശുപത്രി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവൻ നന്നായി വരും. നല്ല ചെറുക്കനാ, നശിച്ചുപോയി, പെർവട്ടറായി. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ 18 Pro Max ആണ്. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. അതായത് 18 Pro Max ആണ് രാഹുൽ. 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. രാഹുലിന്റെ കാര്യം 18 Pro Max അല്ല, 18+ ആണെന്നാവില്ല ഉദ്ദേശിച്ചത്. അന്ന് നമുക്ക് അത് അത്ര അങ്ങോട്ട് മനസ്സിലായിരുന്നില്ല. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങൾ എല്ലാവരും. എന്തും പറയുന്നു പറഞ്ഞിട്ട് നിങ്ങൾ ഒളിച്ചിരിക്കുന്ന കാര്യം മാത്രം മൂപ്പരോട് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പറയാ ചങ്കാണ് ഇത്ര. ആ പാവ പുറക്കത്തിന്ന് ഞെട്ടിയണിച്ചിട്ട് കുറച്ചു മാസം മുമ്പ് വിളിച്ച മുദ്രാവാക്യങ്ങൾ വരെ ആലോചിച്ചിരിക്കുക. ഏത് പൊത്തിൽ ഒളിച്ചു നിങ്ങൾ? ഏത് മാളത്തിൽ ഒളിച്ചു നിങ്ങൾ? ഇതും കാലത്തിന് മുന്നേ സഞ്ചരിച്ച വരികള്. എന്തായാലും 2ാമത്തെ ലൈംഗിക പീഡന കേസിലും കോടതി രാഹുലേട്ടായിട്ട് അറസ്റ്റ് തടയാത്ത സ്ഥിതിക്ക് ഏട്ടായിയുടെ വനവാസം തുടരുന്നതായിരിക്കും.